ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും സോളോ ലെവൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഗെയിം നോക്കുവാണെങ്കിൽ ഫ്രീ ഫയറും സ്ക്വിഡ് ഗെയിം തമ്മിലുള്ള കൊളാബറേഷൻ നടന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് ഏതെല്ലാം ഈവൻസ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഇവോൾട്ടിനെ പറ്റി നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാനം ചെറിയ ഗീവ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് വീഡിയോയിലോട്ടേ പോകാം. ആദ്യം നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സ്ക്വിഡ് ഗെയിമിൻ്റെ ഈവൻസിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സ്ക്വിഡ് ഗെയിമിൻ്റെ ഈവൻറ്റിനെ പറ്റി. അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രീ ഫയർ മാക്സ് സ്ക്വിഡ് ഗെയിം കൊളാബറേഷൻ കാണാൻ പറ്റുന്നതാണ്. പിന്നെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മേൽഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ക്വിഡ് ടോക്കൺസ് കാണാൻ പറ്റുന്നതാണ്. അത് താഴത്തെ എക്സ്ചേഞ്ച് സ്റ്റോർ വഴി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സ്റ്റോറിൽ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബണ്ടിൽ കാണാൻ പറ്റുന്നതാണ്. 150 ടോക്കൺസ് ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് എടുക്കാവുന്നതാണ്. ഈ വണ്ടിനെ പറ്റി ഒരുപാട് പറയാനൊന്നുമില്ല, അല്ലാണ്ട് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. സ്ക്വിഡ് ഗെയിമിലെ കാലത്തി ഇതൊരു മെയിൽ ബണ്ടിലാണെങ്കിൽ നമുക്ക് കാലെന്ന് പറയാനും, ഇപ്പോൾ ഫീമെയിൽ ബണ്ടിലായതുകൊണ്ട് നമുക്ക് കാലത്തിന് വിശേഷിപ്പിക്കാം. സ്ക്വിഡ് ഗെയിമിലെ ലേഡി ഡോളിനെയാണ് ഇവിടെ 150 ടോക്കൺസിന് എക്സ്ചേഞ്ച് സ്റ്റോറിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു കട്ടാനയുടെ സ്കിന്ന് വന്നിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ ലുക്കുള്ള സ്കിന്നാണ്. അത് 60 ടോക്കൺസാണ് അത് എടുക്കാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണെങ്കിൽ ഒരു ലൂട്ട് ബോക്സാണ്. സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു ലൂട്ട് ബോക്സാണ് നമ്മൾ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്. ഇതിനായിട്ട് 30 ടോക്കൺസാണ് ഇതിന് വേണ്ടത്. ബാക്കിയെല്ലാം സാധാരണ കൊടുക്കുന്ന ലോഡ് ഔട്ടിലെ സാധനങ്ങളും പിന്നെ വൗച്ചേഴ്സുമാണ്. ഇതിത്രയാണ് നമ്മൾ സ്ക്വിഡ് ഗെയിമിൻ്റെ എക്സ്ചേഞ്ച് സ്റ്റോറുമായിട്ട് ഉള്ള കാര്യങ്ങൾ ഇത്രയാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ടോക്കൺസ് എങ്ങനെയൊക്കെ കിട്ടുമെന്ന് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഡെയിലി ടാസ്ക് വെച്ച് കിട്ടും. പിന്നെ BR-ഉം CS-ഉം ലോങ്ങും കളിക്കുമ്പോൾ ഈ ടോക്കൺസ് കിട്ടുന്നതായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ താഴെ നോക്കുക ഡെയിലി മിഷൻസ് കാണാം. പെർ ഡേ 14 വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ആ ടോക്കൺസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ ചെറിയ മിഷൻസാണ് ഉള്ളത്. അത് വെച്ച് കളിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ടോക്കൺസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന റിംഗ് ഇവൻറ്റിനെ പറ്റിയാണ്. റിംഗ് ഇവൻ്റെ പേരാണ് സ്ക്വിഡ് ഗെയിം റിംഗ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ബണ്ടിലിൻ്റെ പേരാണ് പിങ്ക് ഗാർഡ് സൂപ്പർ ബണ്ടിൽ. കണ്ടാൽ തന്നെ അറിയാം സ്ക്വിഡ് ഗെയിമിൻ്റെ ആ ഗാർഡ്സിൻ്റെ ആ ഒരു ബണ്ടിലാണ് ഇപ്പോൾ നമ്മൾ ഫ്രീ ഫയറിലെ റിംഗ് ഇവൻ്റായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി ഗ്ലൂ വാൾ വന്നിട്ടുണ്ട്. ആ ഡോളിനെ പറ്റിയുള്ളൊരു ഗ്ലൂ വാളാണ് അടുത്തായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തായിട്ടുള്ളൊരു ബാക്ക് പാക്കാണ്, വിസിബിളായിട്ടുള്ളൊരു ബാക്ക് പാക്കാണ് പിന്നെ അടുത്തായിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ടോക്കൺസ് ആണ്. ടോക്കൺസ് എക്സ്ചേഞ്ച് നമുക്ക് ഇതെല്ലാം വാങ്ങാൻ പറ്റുന്നതായിരിക്കും. സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും. 220 ടോക്കൺസ് ആണ് പിങ്ക് കാർഡ് ബണ്ടിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ അത് മാത്രമല്ല കിട്ടുന്നത്, അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ നോക്കി തന്നെ കാണാൻ പറ്റും. അതാണ് ബണ്ടിൽ. പിന്നെ ട്രയാങ്കിളിൻ്റെ മാസ്ക്, ഒരു അവതാർ, പിന്നെ സ്ക്വയറിൻ്റെ ഒരു മാസ്ക്, സർക്കിളിൻ്റെ ഒരു മാസ്ക്. ഇത് ഇത്രയും കൂടെയാണ് നിങ്ങൾക്ക് മെയിൻ 220 ടോക്കൺ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്താൽ കിട്ടുന്നത്. പിന്നെ ഗ്ലൂ വാളിനാണെങ്കിൽ നോക്കുകയാണെങ്കിൽ 150 ടോക്കൺസ്, പിന്നെ സ്ക്വയറിൻ്റെ മാസ്ക് ആണെങ്കിൽ 120, ട്രയാങ്കിൾ 100, സർക്കിൾ 80, പിന്നെ 80 ഒരു ബാക്ക് പാക്ക്. ബാക്കിയെല്ലാം ലോഡ് ഔട്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പം നിങ്ങൾക്ക്. അടുത്ത സ്പിന്നിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഒരു സ്പിന്നിന് 20 ഡയമണ്ട്, 5 സ്പിന്നിന് 90 ഡയമണ്ടാണ്. അത് 10 സമയം ഓഫർ മാത്രമാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 10 സ്പിന്നിനല്ല, വെറും 5 സ്പിന്നാണ് 90 ഡയമണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയാണ് സ്ക്വിഡ് ഗെയിമിൻ്റെ ഈവൻറ്റിനെ പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഓഗസ്റ്റ് മാസം എന്ന ഇവോവാൾട്ടിനെ പറ്റിയാണ്. ഇവോവാൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം റിപ്പീറ്റഡ് സ്കിന്നായിട്ട് വരാൻ പോകുന്നത് P90 M10 ആയിരിക്കും. ബാക്കി രണ്ടെണ്ണം പറയുന്നത് 2 ലീഡാണ് ഇപ്പോൾ ലീക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഒന്ന് പറയുന്നത് സ്കാറോ MB40 ആയിരിക്കും, അല്ലെങ്കിൽ AKO തോംസണും ആയിരിക്കും. ഇത് രണ്ടുമാണ് ഇപ്പോൾ ലീക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇതുകൊണ്ട് തിരിച്ചും വരാൻ പറ്റും. AKO MB40 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വരാൻ പറ്റും. ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ലീക്കേഴ്സ് പറഞ്ഞിട്ടില്ല. പറയുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഗീവയെ പറ്റിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നല്ലൊരു കമൻറ്റ് ഇട്ട് ആ കമൻറ്റിന് 300+ ലൈക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഗീവ നടത്തുന്നതായിരിക്കും. ചെറിയ റെഡിയും കൂടെ തരുന്നതായിരിക്കും ആ വ്യക്തിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗോയ്സ്. സോളോ ലൈവ് സൈനിങ് ഓഫ്. ബൈ ബൈ.